സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കം ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുകയാണ്. 1999 വിജയ് മല്യ ശ്രീകോവിലിന് സ്വർണം പതിച്ചു നൽകിയപ്പോൾ ദ്വാരപാലക ശില്പങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്ന് ദേവസ്വം രജിസ്റ്ററിലും മഹസറിലും വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് തനിക്ക് കിട്ടിയത് ചെമ്പുപാളികളാണ് എന്നാണ്. അത് ദേവസ്വം മഹസറിലുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഒരു പ്രതിരോധം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തീർക്കുന്നത്. ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കുന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട അടിമുടി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്, സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയാണ് ദേവസ്വം വിജിലൻസ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, പുതിയ വിവരങ്ങൾ എന്താണ് ഷഫീദ്? അർജിത്ത്, ദേവസ്വം ആസ്ഥാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുപ്പ് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തുള്ള പക്ഷേ മൊഴിയെടുപ്പ് പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ കണ്ടേക്കും, സംസാരിച്ചേക്കും. അദ്ദേഹം ഇന്ന് രാവിലെ കണ്ടപ്പോഴും പറഞ്ഞത് 2019 തനിക്ക് കൈമാറിയത് ചെമ്പ് പാളിയാണ്. അത് ഉത്തരവിലടക്കം അക്കാര്യമുണ്ട്. അതിനുശേഷമാണ് താൻ അതുമായി ഒരു 40 ദിവസം അതുമായി അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി പുറത്തേക്ക് പോയത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ചെമ്പ് പാളി എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും അങ്ങനെയെങ്കിൽ എവിടെ പോയി 1999 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ആ ചെമ്പുപാളികൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയ് മല്യയുടെ സംഘത്തിൽ അന്നൊപ്പം ഉണ്ടായിരുന്ന ഈ സ്വർണ്ണപ്പണിക്കാരനായിട്ടുള്ളവരുടെ മൊഴിയടക്കം ഇന്ന് ദേവസ്വം വിജിലൻസിന് കിട്ടിയിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 ശില്പങ്ങളിലായി 800 ഗ്രാം സ്വർണം പൊതിഞ്ഞു എന്നുള്ള ഒരു മൊഴിയുണ്ട്. മാത്രവുമല്ല, ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് കോടതിയിലേക്ക് 27-ാം തീയതി പോകാനിരിക്കുകയാണ്. അതിനു മുൻപ് ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ച ചില സംശയങ്ങൾ ക്ലാരിറ്റി വരുത്താനുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ആസ്ഥാനത്ത് നടക്കുന്നത്. മാത്രവുമല്ല, ഇതല്ലാതെ ഈ സ്വർണ്ണപ്പാളി അല്ലാതെ മറ്റു ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ തങ്കവാതിൽ ഘോഷയാത്ര അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും ദേവസ്വം വിജിലൻസിനുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ മറ്റു ചില ഇടപാടുകൾ, പ്രത്യേകിച്ച് നെയ്ത്തേങ്ങ അടക്കം അവിടെ കൊണ്ടുവന്നതടക്കമുള്ള വിഷയങ്ങളിൽ ചില സംശയങ്ങളുണ്ട്. അതടക്കം മുഴുവൻ കാര്യങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവരങ്ങൾ തേടും എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും അല്പസമയത്തുള്ള പക്ഷേ ഈ മൊഴിയെടുക്കൽ അവസാനിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വന്നേക്കും. റീജിത്ത്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്. സ്വർണ്ണപ്പാളി പോലെ തന്നെ തങ്ക കവാടവുമായി ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളിൽ വലിയ തരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പുറത്തേക്ക് കൊണ്ടുപോയി പലയിടങ്ങളിലായി അത് പ്രദർശിപ്പിച്ചു. ഇവിടെ മൂവാറ്റുപുഴയിലൊക്കെ ഒരു വീട്ടിൽ ഒരു രാത്രിയും ഒരു പകലും സൂക്ഷിച്ചു. അതിന് ലക്ഷങ്ങൾ ഈടാക്കി എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ ഏത് തരത്തിലാണ്? ഇയാൾ ആരുടെയെങ്കിലും ബിനാമിയാണോ? എങ്ങനെയാണ് സന്നിധാനത്ത് ഇത്രയും സ്വാധീനം ഇയാൾക്ക് ലഭിച്ചത് എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ആസ്ഥാനത്ത് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഷഫീദ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ തങ്ക കവാടവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇതിനോടകം തന്നെ ചില വിവരങ്ങളൊക്കെ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മൂവാറ്റുപുഴയിലെ കാര്യത്തിലാണെങ്കിലൊക്കെ ലക്ഷങ്ങൾ ഈടാക്കിയാണ് ഇതാ വീട്ടിലൊക്കെ വെച്ചത് എന്ന തരത്തിലുള്ള വിവരങ്ങളും അതിൻ്റെ തെളിവുകളും കൈവശമുണ്ടോ? ദേവസ്വം വിജിലൻസിൻ്റെ കൈവശമുണ്ടോ? അതൊക്കെ നിരത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാവുക. ഷഫീദ് റാവുത്തർ, സ്വാഭാവികമായും, കാരണം ഈ തങ്കവാതിൽ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിലേക്ക് പങ്കെടുത്തത്? മാത്രമല്ല, ഇന്നും അദ്ദേഹം പറഞ്ഞത് തന്റെ സുഹൃത്തായിരുന്നു സ്പോൺസർ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് പരിപാടി നടത്തിപ്പിലടക്കം ഇയാൾ ഇടപെട്ടതിന്റെ ചില രേഖകളും തെളിവുകളും അടക്കം ദേവസ്വം വിജിലൻസിന്റെ പക്കലുണ്ട്. നമുക്കറിയാം, ഇതിന്റെ ഒരു സുപ്രീം കേസായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് സ്വർണ്ണപ്പാളി വിവാദം തന്നെയാണ്. കാരണം ഈ സ്വർണ്ണപ്പാളി വിവാദം അതെങ്ങനെ ഇല്ലാതായി, അതല്ലെങ്കിൽ അതെവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് 99-നും 2019-നും ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? മാത്രമല്ല, ഇതല്ലാതെ ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ കോടതി റീകോൾ ചെയ്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ദേവസ്വം നടത്തിയ അന്വേഷണത്തിലുള്ള. അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡും ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാണ്. അപ്പോൾ അവരടക്കം ഇക്കാര്യത്തിൽ എന്ത് തരത്തിലേക്കുള്ള ഒരു നീക്കം നടത്തുമെന്നുള്ളത് ശ്രദ്ധേയം. മാത്രവുമല്ല, ഇയാൾ നടത്തിയ 2019 റിസീവ് ചെയ്തതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സംസ്ഥാനത്തിന് പുറത്തുള്ള ഇടപാടുകൾ അത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച് പ്രദർശിപ്പിച്ചത് മാത്രവുമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് സ്വകാര്യ സ്ഥലത്തും അതേപോലെ തന്നെ പൊതുസ്ഥലത്തുമൊക്കെ മറ്റു ചില പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഇയാൾ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ദേവസ്വം വിജിലൻസിനുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ പോയി, ഇത് റിസീവ് ചെയ്ത ശേഷം 40 ദിവസത്തെ കാലതാമസം എങ്ങനെ എടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വിശദമായി തന്നെ ഒരു മൊഴിയെടുപ്പാണ് ദേവസ്വം വിജിലൻസ് ലക്ഷ്യം വെക്കുന്നത്. റീജിത്ത്, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടുന്നത് തന്നെയാണ്, കോടതിയുടെ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഈ വിവരങ്ങളൊക്കെ പുറത്തറിയുമായിരുന്നോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ തന്നെ ദേവസ്വം ബോർഡും ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.